നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. കാരണം അത് കുറച്ച് ഹൈഡ് ചെയ്യാണ്. ഞാൻ ഈ ഫാമിലിയെ നന്നായിട്ട് അറിയുന്ന ഒരു ഫാമിലിയാണ്. പാലക്കാട് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഫാമിലിയാണ്. 31 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. 5'10", 178 ആണ് ആ കുട്ടിയുടെ ഹൈറ്റ്. ഭരണി നക്ഷത്രം, 70 kg വെയിറ്റ്. അച്ഛൻ മരണപ്പെട്ടു. അമ്മ ടീച്ചറാണ്. പാലക്കാട് സെറ്റിൽഡാണ്. ഒരു സിസ്റ്ററുണ്ട്, അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡാണ്. എന്തുകൊണ്ട് ഹൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി പണ്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ ക്യാൻസർ ഇല്ല. ഇപ്പോൾ ഒട്ടും മെഡിസിനോ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ്, അതായത് ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നേരത്തെ പറയുന്നത്. അതായത് ഒരാൾ വിളിച്ച് ക്യാൻസർ അല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ക്യാൻസർ ഇല്ല. കാരണം അവർ പല ആളുകളെയും വിളിക്കുമ്പോൾ ഈ വക വർത്തമാനങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മറ്റുള്ളവരുടെ റെസ്പോൺസ് അത്ര ഒരു സുഖകരമായിട്ടുള്ള റെസ്പോൺസ് അല്ല. അതുകൊണ്ട് ഇതുപോലുള്ള പെൺകുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളൂരാണ് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. ഈ കുട്ടി വർക്ക് ചെയ്യുന്നത്, ഞാൻ വീണ്ടും പറയാം, ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. സീനിയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കുട്ടിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ആരെങ്കിലും ഈ കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണം എന്ന് ഒരു താല്പര്യമുണ്ടെങ്കിൽ ഒരു പേരിന് വേണ്ടി ജയശങ്കർ തന്നെ വെച്ചോളൂ. എൻ്റെ പേര് തന്നെ വെച്ചോളൂ. ജയശങ്കറിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുമെന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഈ പ്രൊഫൈൽ ഞാൻ അയച്ചു തരാം. ഞാൻ അറിയുന്ന ഒരു ഫാമിലിയാണ്, നല്ല ഫാമിലിയാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന പോലെ ഈ വീഡിയോയിലും കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹപ്രായം എത്തിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പൊതുവെ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർ കുറച്ച് വറീഡാണ്. ഞാൻ പറയണത് ഫൈനാൻഷ്യലി ഒന്നല്ല, മറിച്ച് മറ്റുള്ള കാര്യങ്ങളെല്ലാം. അതായത് ഏത് ആസ്ട്രോളജറെ കാട്ടണം, ഏത് മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം, ഇനി എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ആകെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കാരണവന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ യാതൊരു ഏർപ്പാടുകളും ഇല്ല. വീട്ടിലാരും ഇല്ലല്ലോ, ഒക്കെ ന്യൂക്ലിയർ ഫാമിലിയാണ്. ഒക്കെ 2-3 പേര് മാത്രം ഉള്ള ഫാമിലി. അതിൽ ഡിസിഷൻ മേക്കേഴ്സ് ഈ 3 പേര് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ അച്ഛനമ്മമാർ കുറച്ച് വറീഡായിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ ടെൻഷൻ അല്ലെങ്കിൽ ഈ വക വറീസ് എങ്ങനെ നമുക്കൊന്ന് ലഘൂകരിക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത്, വിവാഹപ്രായം എത്തിയ മക്കളുമായി നന്നായിട്ട് സംസാരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവർക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. അതായത് എനിക്ക് ഇന്ന ജോലി സ്ഥലം കിട്ടിയാൽ നന്നായിരുന്നു, ഇന്ന ക്വാളിഫിക്കേഷൻ നോക്കണം, ഇത്ര ഹൈറ്റ് നോക്കണം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവർ പറയും. അതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി, എല്ലാം 100% ഓക്കെ ആക്കാൻ പറ്റില്ലെങ്കിൽ പോലും കഴിയാവുന്നത്ര ശ്രദ്ധിക്കുക അവരെന്താണ് പറയുന്നത് എന്നുള്ളത്. അടുത്തത്, നല്ല ഒരു പേപ്പർ എടുത്ത് ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. തെറ്റ് കൂടാതെ പ്രൊഫൈൽ ഭംഗിയായിട്ട് തന്നെ എഴുതുക. അതിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ജോലി സ്ഥലം, ഡെസിഗ്നേഷൻ, സാലറി, ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വേണം. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ സബ്ജക്റ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് വേണം, തെറ്റ് പറ്റരുത്. എല്ലാം അത് ഭംഗിയായിട്ട് തന്നെ എഴുതണം. അതേപോലെ ഹൈറ്റ്, വെയിറ്റ്, അച്ഛൻ അമ്മ, അവരുടെ ജോലി, എവിടെയാണ് താമസിക്കുന്നത്, നാട് എവിടെയാണ്. ചിലർ ബോംബെയിലായിരിക്കും, പക്ഷെ അവരുടെ നാട് ഒറ്റപ്പാലത്തായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിലുകൾ കംപ്ലീറ്റ് കൊടുക്കുക. അതായത് ഒരാളൊക്കെ വായിക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ, ഈ പ്രൊഫൈൽ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അത് വായിക്കുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവണം. എല്ലാം വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്, ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ കോണ്ടാക്ട് നമ്പേഴ്സ് കൊടുക്കണം. എല്ലാ കാര്യങ്ങളും, ജോലി സ്ഥലം, പഠിപ്പ്, സബ്ജക്റ്റ്, കോളേജ് പേര്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊടുക്കുക. ജാതകത്തിൻ്റെ കാര്യം എഴുതുന്ന സമയത്ത് നാളെ
വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നാളെ എഴുതിക്കോളൂ. ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, ഈ 3 കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ നാളും ജാതകം ഒക്കെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് പ്രൊഫൈലിൽ ഉണ്ടാകണം. ആ ആവശ്യത്തിൽ കൂടുതൽ കുട്ടികളെ പറ്റി വലിയ സംഭവങ്ങളാണെന്നൊന്നും എഴുതി പിടിപ്പിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ ചിലപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പോൾ അത്യാവശ്യം നല്ല ഭേദപ്പെട്ട ലെവലിൽ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അതിങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നല്ല, അതായത് നമ്മൾ തറവാടുകൾ, നമ്മളുടെ അമ്മയുടെ വീട്, അവരുടെ തറവാട് ഏത് സ്ഥലത്താണോ ആ സ്ഥലത്ത് വല്ല അമ്പലങ്ങളോ വല്ലതും ഉണ്ടോ നോക്കുക. ഐ മീൻ, ചിലപ്പോൾ തറവാട്ടിൽ തന്നെ നമ്മൾ കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ധർമ്മദൈവങ്ങൾ, നാഗങ്ങൾ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ എഴുതി വെച്ച പ്രൊഫൈല് നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ 1-2 ആളോടെങ്കിലും ചോദിക്കുക എങ്ങനെയുണ്ട് ഇവരുടെ പെർഫോമൻസ് എന്നൊക്കെ ഉള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അത്യാവശ്യം പ്രൊഫൈലൊക്കെ തരുന്ന ആൾക്കാരാണെങ്കിൽ തരക്കടില്ലാത്ത ഒരു കമ്പനി ആയിരിക്കാം. അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കല്യാണം ശരിയായി കഴിഞ്ഞാൽ വേറെ വല്ല പൈസയും വല്ലതും ഉണ്ടോ അതും ചോദിച്ച് മനസ്സിലാക്കണം. ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം അവർ പ്രൊഫൈൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തരും. പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ മക്കളെ കാട്ടി സംസാരിച്ച് ഏകദേശം ഒക്കെ ഓക്കെ ആണെങ്കിൽ ജാതകം വാങ്ങിച്ച് ജാതകത്തിൻ്റെ, അതായത് പണിക്കരെ കൊണ്ട് തന്നെ നോക്കിക്കുക. നിങ്ങളായിട്ടൊരു മുൻവിധി നടത്തരുത്. പണിക്കരടുത്ത് പോയിട്ട് കൃത്യമായിട്ട് നോക്കി ഓക്കെ ആണോ അല്ലേ എന്നുള്ള ഉറപ്പ് വരുത്തുക. അതിനുശേഷം കുട്ടികൾ തമ്മിൽ വാട്സാപ്പ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് അവർ നന്നായിട്ട് സംസാരിക്കട്ടെ. കുറേ കാര്യങ്ങൾ അവർ നന്നായിട്ട് സംസാരിച്ച് നല്ലൊരു കംഫർട്ട് ലെവൽ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ എത്തുന്നുണ്ടെങ്കിൽ മാത്രം പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ. പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ മുന്നേ ആയിട്ട് തന്നെ കുട്ടികൾ പുറത്ത് വെച്ച് കാണണം. പുറത്ത് വെച്ച് കണ്ട് നന്നായിട്ട് സംസാരിക്കണം. നന്നായി സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ. അത് വെറും ഒരു ചടങ്ങായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിരിക്കുന്ന അച്ഛനമ്മമാർക്ക് പുതിയ കുട്ടികളുടെ അല്ലെങ്കിൽ പുതിയ ദാമ്പത്യ ബന്ധമൊക്കെ അവരുടെ നല്ല രീതിയിലായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. നന്നായിട്ട് സംസാരിക്കുക. ഒന്നും ഉള്ളിൽ വെച്ച് വേറെ പുറത്തേക്ക് പറയരുത്. സത്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക കഴിയാവുന്നത്ര. പലതും ഹൈഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈഡ് ചെയ്യരുത്. ഇനി സംസാരിക്കാൻ വിട്ടുപോയിച്ചാൽ അത് ഓർമ്മ വരുന്ന സമയത്തെങ്കിലും വിളിച്ച് പറയുക. അങ്ങനെ നന്നായി സംസാരിച്ച് ഭംഗിയായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് മംഗളമായിട്ട് തന്നെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.